ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ അളവിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ 3 ക്യാരറ്റ് തന്നെ എടുത്താൽ മതിയാകും. ചെറിയ സോസ് പാനിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 ക്യാരറ്റിന് മതിയാകും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇതൊന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരിയൊന്നും വേണ്ട, ചെറിയൊരളവിൽ തന്നെ മതിയാകും. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 4 വിസിലിനാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മളിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 6 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 5 ക്യാരറ്റ് എടുത്തത് കൊണ്ടാണ് ഇതിലേക്ക് 6 മുട്ടയോളം എടുക്കുന്നത്. ഇനിയിപ്പോൾ 3 ക്യാരറ്റൊക്കെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 മുട്ടയായി കഴിഞ്ഞാൽ മതിയാക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് പോളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവ് മധുരം ഈ ഒരു പോളയിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ടിയിലായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു പോളയുടെ ബാറ്റർ ഉണ്ടാകുന്നത്. ഇനി ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ പോള ഉണ്ടാക്കാൻ എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത്തിരി നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സോസ് പാനിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഒരു പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകുമേ. ഇതിനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരുന്ന ഒരു സമയം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. നടുഭാഗം ഒന്ന് റെഡിയാണോ എന്നുള്ളത് അറിയാൻ നമുക്കൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ആ ഒരു ചൂടോട് കൂടെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് കമഴ്ത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പോള ഉണ്ടാകുന്നത്. കത്തി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതേ രീതിയിലൊന്ന് കട്ടായിട്ട് വരും. അത്രയും നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റിയോടും കൂടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മൾ ഈ ഒരു പാനിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സോസ് പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ സൈഡും ഒരേ രീതിയിലായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ.
അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്